ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ ചിക്കൻ കറിയാണ്. ഈ കറി ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്, പക്ഷെ നമുക്ക് കുറച്ച് പേഷ്യൻസോട് വേണം ഉണ്ടാക്കാൻ. ഇതിൽ ഉള്ളി മസാലയൊക്കെ നമുക്ക് നന്നായിട്ട് വഴറ്റി എടുത്തിട്ട് വേണം ഉണ്ടാക്കാൻ. ഈ ഒരു കറി നമുക്ക് പത്തിരിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്ക് നാടൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. നാടൻ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന 1/2 കിലോ ചിക്കനാണ്. ഇത് നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഞാൻ ഇന്നിവിടെ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ചിക്കൻ നമുക്ക് ഇനി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് നമുക്ക് ആദ്യം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു മിനിമം അരമണിക്കൂറെങ്കിലും ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കണം. ഇതിലേക്ക് ഇനി നമുക്കൊരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചെറുതായിട്ട് ചൂടാവുമ്പം ഇതിലേക്ക് നമുക്ക് ചെറിയ 2 കഷ്ണം പട്ട ചേർക്കാം. ഒരു ജാതിപത്രി ചേർക്കാം. 4 ഗ്രാമ്പൂ ചേർക്കാം. 2 ഏലക്ക ചേർക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തിടാം. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പില ചേർക്കാം. ഇനി നമുക്ക് 2 സവാള നല്ല ഫൈനായിട്ട് നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. ഇതൊരു 20 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇതും കൂടെ ചേർക്കാം. ഇതിലേക്ക് ചെറിയുള്ളി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ കറിക്ക്. നമുക്കിനി ഈ സവാള ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്കിതൊന്ന് വഴറ്റണം. സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നാലാണ് ചിക്കന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇവിടെ ഇപ്പോൾ കാണാം ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് വേണം നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാൻ. ഞാനിവിടെ അത് ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഞാനൊരു 1.5 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. നമ്മൾ ഏത് കറി ഉണ്ടാക്കുമ്പം ഉപ്പും എരിവൊക്കെ അവരവരുടെ മനോധർമ്മം അനുസരിച്ച് ചേർക്കണം. നമ്മൾ മസാലപ്പൊടി ചേർക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും ലോയിലാക്കിയിട്ട് വേണം ചേർക്കാൻ. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മസാലപ്പൊടിയുടെ ഒക്കെ പച്ചച്ചവ മാറുന്നവരൊന്ന് വഴറ്റണം. ഇതിലേക്ക് ഇനി നമുക്കൊരു വലിയ തക്കാളി നല്ല ഫൈനായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കണം. നമ്മൾ ചിക്കനിലും ഉപ്പ് പുരട്ടിയിട്ടുണ്ട്. ഇതിനി നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് ഉടഞ്ഞു വരണം. ടൊമാറ്റോ നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചിട്ട് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം. ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനിയും 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല ഒക്കെ നന്നായിട്ട് ചിക്കനിലൊക്കെ പിടിക്കുന്ന പോലെ നന്നായിട്ട് പുരട്ടി കൊടുക്കണം. ഈ ചിക്കൻ ഞാനൊരു 4-5 മിനിറ്റ് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് വഴറ്റി എടുക്കുക.
ഇതിനെ നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഫ്ലെയിം ലോയിലിരിക്കണം, അടിയിൽ കരിഞ്ഞു പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് അടുപ്പൊന്ന് മാറ്റി നോക്കാം. ഇവിടെ നമുക്ക് കാണാം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഉള്ളി വഴറ്റി കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിവിടെ ഇപ്പോൾ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഈ സമയത്ത് ചേർക്കുന്നതിന് ടേസ്റ്റിനൊന്നും ഒരു ഡിഫറൻസും കാണത്തില്ല. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യമനുസരിച്ച് വെള്ളം ചേർക്കാം. ഞാനിവിടെ ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ ഇപ്പോൾ കാണാം ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ച് വേവിച്ചെടുക്കാം. ഞാനിവിടെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 15 to 20 മിനിറ്റ്സ് ഇത് വേവിച്ചെടുക്കാൻ പോവാം. ചിക്കന് അടിയിൽ കരിഞ്ഞു പിടിക്കാതിരിക്കാനായിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇവിടെ ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കുമ്പോൾ കാണാം ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പും എരിവും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ഇടാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇവിടെ ഇപ്പം ഞാൻ സെമി തിക്ക് ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതനുസരിച്ചാണ് ഞാൻ വെള്ളം ചേർത്തിരിക്കുന്നത്. കുറച്ചുകൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം കൂട്ടി ഒഴിക്കുക. ഇനി ലാസ്റ്റിൽ നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ കരിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ചിക്കൻ കറി റെഡിയാണ്. ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പറോട്ടയുടെ കൂടെയും നാനിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്